ജിദ്ദയിൽ ഇക്കണോമിക് ഡിപ്ലോമസി ആൻഡ് ട്രേഡ് കോൺഫറൻസ് സംഘടിപ്പിച്ചു. വിവിധ രാജ്യങ്ങളിൽ ഏഷ്യൻ അറബ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ വ്യാവസായ മേഖലയിലെ നിരവധി പേർ പങ്കെടുത്തു. ഏഷ്യൻ അറബ് ചേംബർ ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ഡിപ്ലോമാറ്റിക് കൗൺസിലുമാണ് ജിദ്ദയിൽ ഇക്കണോമിക് ഡിപ്ലോമസി ആൻഡ് ട്രേഡ് കോൺഫറൻസ് സംഘടിപ്പിച്ചത്. റിറ്റ്സ് കാർട്ടൺ ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികളും വ്യവസായികളും സംബന്ധിച്ചു. സൗദി വിഷൻ 2030 ഭാഗമായി നടക്കുന്ന മെയ്ഡ് ഇൻ സൗദി ക്യാമ്പയിന്റെ ഭാഗം കൂടിയായിരുന്നു പരിപാടി. പ്രമുഖ വ്യവസായികൾ അവരുടെ വിജയകഥകൾ പങ്കുവച്ചു. സൗദിയിലെ വിപുലമായ നിക്ഷേപ സാധ്യതകൾ സമ്മേളനത്തിൽ വിശദീകരിച്ചു. ഏഷ്യൻ അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക സഹകരണവും വ്യാപാര ബന്ധവും ശക്തിപ്പെടുത്തുകയാണ് സമ്മേളനത്തിലെ ലക്ഷ്യമെന്ന് ഏഷ്യൻ അറബ് ചേംബർ ഓഫ് കൊമേഴ്സ് സൗദി ട്രേഡ് കമ്മീഷണർ ഹരീസ് അനീഫ പറഞ്ഞു. സൗദി അറേബ്യയിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ പല രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവരിക എന്നുള്ളതും, അതുപോലെ തന്നെ ഇവിടുന്ന് സൗദിയുടെ ഇൻവെസ്റ്റ്മെന്റ് പാർട്ട്നേഴ്സ് രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഉള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് കരാറുകൾ അതിനെ എസ്കലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സംഘടനയുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം. ഏഷ്യൻ അറബ് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ഡോക്ടർ ആസിഫ് ഇക്ബാൽ, വൈസ് ചെയർമാൻ റായിദ് ഹാബീസ്, അറേബ്യൻ ഹൊറൈസൺ ചെയർമാൻ ഷാക്കിർ ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. സൗദിയിലെ നിലവിലുള്ളതും വരാനിരിക്കുന്നതുമായ നിക്ഷേപ സാധ്യതകളെക്കുറിച്ചായിരുന്നു സമ്മേളനത്തിലെ പ്രധാന ചർച്ച. മേഖലയിലെ സാമ്പത്തിക വളർച്ചയ്ക്ക് സമ്മേളനം പുതിയ ദിശാബോധം നൽകുമെന്നാണ് പ്രതീക്ഷ. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.